കുറച്ചുകൂടെ നമ്മുടെ ഫേസിന് അല്ലെങ്കിൽ നമ്മുടെ ലുക്കിന് ഒരു പടിക്ക് മുമ്പോട്ട് കൊണ്ടുപോകും. അതായത് ഇങ്ങനെ കൊണ്ടുപോകും, ഇങ്ങനെയല്ല ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ലിപ്സ്റ്റിക്സുകളാണ് എല്ലാം. മേക്കപ്പ് ഇടാതെ ഇടാൻ പറ്റുന്ന ഒരു ലിപ്സ്റ്റിക് ഇല്ലേ, ആ ഒരു ലിപ്സ്റ്റിക്കിലാണ് മിക്കത് എന്റെ കയ്യിൽ ഇരിക്കുന്നത്. 4 to 6 hours ലാസ്റ്റ് ടൈം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള എന്നാൽ ഡെയിലി വെയറിന് പറ്റിയിട്ടുള്ള ഓൾ ഇന്ത്യ സ്കിൻ ടോണിന് ചേരുന്ന ലിപ്സ്റ്റിക് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. അപ്പൊ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം, ലിപ്സ്റ്റിക് ഇപ്പം എല്ലാവർക്കും ഒരേപോലെ ചേരണമെന്നില്ല. ഞാൻ ഇപ്പൊ ഇടുന്നത് സെയിം എക്സാക്ട് ആയിരിക്കില്ല നിങ്ങളുടെ ഷെയ്ഡിലോട്ട് വരുമ്പോൾ, സ്കിൻ ടോൺ വരുമ്പോഴത്തേക്ക് ചേഞ്ച് ആവും. അപ്പൊ നമുക്ക് ലിപ്സ്റ്റിക്കുകളിലോട്ട് പോകാം. ഞാനിപ്പോ ഒരു 1 2 3 4 5 ലിപ്സ്റ്റിക് എടുത്തു വെച്ചിട്ടുണ്ട്. എന്റെ ഒരു 5 ഫേവറേറ്റ് ലിപ്സ്റ്റിക്സ് ആണ് കേട്ടോ എടുത്തു വെച്ചുള്ള 5 എണ്ണം. ഇതില് എന്റെ ഫേവറേറ്റ്, ഇത് എത്ര നേരം ലാസ്റ്റ് ചെയ്യും. ആൻഡ് ഫസ്റ്റ് നമുക്ക് ഞാൻ ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡ് ചെയ്യുന്ന തന്നെ തുടങ്ങാം. ഫസ്റ്റ് വന്നിട്ട് ഫേ ബ്യൂട്ടി, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. എന്റെ ഒരു മോഡേൺ മാൽ ലിപ്സ്റ്റിക് ആണ്. ഷെയ്ഡ് വന്നിട്ട് ഹിഞ്ച് എന്ന് പറഞ്ഞ ഷെയ്ഡ് ആണ്. ആൻഡ് ഇതിനകത്ത് ഹോബ ഓയിലാണ് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത്. മാറ്റ് ഫിനിഷ് ആണ്, സ്റ്റിക്ക് ആണ് ഫോർമുലേഷൻ, ക്രൂഡ്ലി ഫ്രീ ആണ്. ഇതിന് ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ. എനിക്ക് തോന്നുന്നു ഒരു 10-12 ഷെയ്ഡ്സുകൾ അവൈലബിൾ ആണ്. സോ ഈ ഒരു ഷെയ്ഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡീപ്പ് വാം ബ്രൗൺ ഷെയ്ഡ് ആണ്. വാം സ്കിൻ ടോണുകാർക്കൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും. കൂൾ സ്കിൻ ടോണുകാർക്ക് അടിപൊളിയായിരിക്കും. ഇപ്പൊ നിങ്ങൾ നമ്മുടെ ചാനലിൽ ലൈക്ക് ഫസ്റ്റ് പോലെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, ഞാൻ പിങ്ക് ലിപ്സ്റ്റിക്കുകൾ അധികം യൂസ് ചെയ്യാറില്ല. കാരണം എന്ന് വെച്ചാൽ എന്റെ ഫേസ് വാം അണ്ടർടോണിൽ വരുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ന്യൂട്രൽ അണ്ടർടോൺ ആണ് കാണിക്കുന്നതെങ്കിലും എന്റെ ഫേസ് വന്നിട്ട് വാം അണ്ടർടോൺ ആണ്. അണ്ടർടോൺ നോക്കുന്നത് നമ്മുടെ ഇവിടെ വെയിൻസ് വെച്ചിട്ടാണ് നമ്മൾ അണ്ടർടോൺ നോക്കുന്നത്. അപ്പൊ എനിക്ക് ഇങ്ങനെ രണ്ട് വെയിൻസും 2 കളർ വെയിൻസും ഇങ്ങനെ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ബേസിക്കലി ഞാൻ ഒരു ന്യൂട്രൽ അണ്ടർടോൺ ആണെങ്കിലും എന്റെ ഫേസ് വന്നിട്ട് വാം അണ്ടർടോൺ ആണ്. അപ്പൊ ഞാൻ കൂടുതലും ബ്രൗണ്, വാം, അതായത് ഇപ്പൊ പിങ്കിൽ തന്നെ വാം ഷെയ്ഡ് വരുന്നത്, റെഡിൽ വാം ടോൺ വരുന്ന ലിപ്സ്റ്റിക്സുകളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് അതേപോലെ ഒരെണ്ണമാണ് ഈ ഒരു അൺഹിഞ്ച്ഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഷെയ്ഡും. ഇത് ഒരു നല്ല വാം ഡീപ്പ് ബ്രൗൺ ആണ്. ഇത് എല്ലാ സ്കിൻ ടോണിനും ചേരും. ഇതിപ്പം പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ്സിൽ ഇത് ഇടുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ വാഷ് ഔട്ട് ചെയ്യണ പോലെ ഫീൽ ചെയ്യും. അപ്പൊ നിങ്ങൾ ചെയ്യാനുള്ള കാര്യം ഒരു നല്ല ഡാർക്ക് ലിപ് ലൈനർ യൂസ് ചെയ്യുക. ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് കയ്യിൽ ക്യാഷ് എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ മാക്കിന്റെ ഒരു റൂട്ട് എന്ന് പറയുന്ന ഒരു ലിപ് ലൈനർ ഉണ്ട്. കറക്റ്റ് നോക്കട്ടെ, മാക്കിന്റെ റൂട്ട് ഫോർ മീ എന്ന് പറഞ്ഞ ലിപ് ലൈനർ ആണ്. ഒരു 1700 റേഞ്ച് വരും. അത് നാക്കി കടിച്ച് അതിന്റെ ഒരു റേറ്റും. ഒരു റൂട്ട് ഫോർ മീ എന്ന് പറഞ്ഞൊരു ഷെയ്ഡ് ആണ് അത്. ലിപ് ലൈനർ ആ ഒരെണ്ണം നിങ്ങൾ വാങ്ങിച്ചു വെച്ചോ. ബിക്കോസ് എന്തുകൊണ്ട് മാക്കിന്റെ വാങ്ങിച്ചാൽ ഭയങ്കര ലാസ്റ്റിംഗ് ആണ്. ഞാൻ കുറച്ച് നാൾക്ക് മുന്നേ പഠിച്ചൊരു പാടാണ്, അപ്പോഴപ്പോഴും വാങ്ങുന്നേക്കാളും കുറച്ച് പൈസ കൂട്ടി വെച്ചിട്ട് ഒരു നല്ല ഒരെണ്ണം വാങ്ങും. ഞാൻ ചില സമയത്ത് പ്രോഡക്റ്റുകൾ ഞാൻ 300-200 ഒക്കെ വാങ്ങുമായിരുന്നു. ഇപ്പൊ എക്സാമ്പിൾ ലാംബോ ലൈറ്റ് എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും വാങ്ങുമായിരുന്നു. പക്ഷെ കുറച്ചാൾ കഴിയുമ്പോൾ അത് അടിച്ചു പോകും. കുറച്ചാൾ നിൽക്കുള്ളൂ, അത് അടിച്ചു പോകും. അപ്പൊ ഞാൻ വെച്ചാൽ പൈസ കൂട്ടി വെച്ചിട്ട് ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റിയിൽ ഒരെണ്ണം വാങ്ങാൻ വിചാരിച്ചു. പിന്നെ അത് എപ്പോഴും യൂസ് ചെയ്യാമല്ലോ, അങ്ങനെ വാങ്ങിച്ചാണ് പല സാധനങ്ങളും. അപ്പൊ അതിലൊന്നാണ് ഈ മാക്കിന്റെ എന്റെ ബർഗണ്ടി എന്ന് പറഞ്ഞ ലിപ് ലൈനർ ഉണ്ട്. ഫെയർ ടു മീഡിയം സ്കിൻ ടോണർക്ക് ഞാൻ ബർഗണ്ടിയും, കുറച്ച് ഡീപ്പ് ആയിട്ട് നല്ല പിഗ്മെന്റേഷൻ, ഇപ്പം ഫെയർ സ്കിൻ ടോൺ ആണെങ്കിൽ നല്ല പിഗ്മെന്റേഷൻ ഉള്ള ലിപ്സ് ആയിരിക്കും, അവർക്ക് ഞാൻ റൂട്ട് ഫോർ മീ എന്ന് പറഞ്ഞ ആ ഒരു ഷെയ്ഡാണ് സജസ്റ്റ് ചെയ്യുന്നത്. റൂട്ട് ഫോർ മീ എന്ന് പറയുന്നത് അടിപൊളി ഭയങ്കര വാം ബ്രൗൺ ഷെയ്ഡാണ്, നല്ല ബ്രൗൺ ഷെയ്ഡാണ്. അത് വച്ചിട്ട് ഇട്ടിട്ട് നമ്മൾ ഇത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കും. സോ നമുക്ക് ഏത് ലിപ്സ്റ്റിക്കും ഉണ്ടോ, നമുക്ക് എത്ര ന്യൂഡ് വേണം. നമ്മൾ കണ്ടിട്ടില്ല പുറത്തുള്ളവർ, അതായത് ഭയങ്കര ഡീപ്പ് ടോണുള്ള ആൾക്കാർ ഭയങ്കര ന്യൂഡ് ലിപ്സ്റ്റിക് ഇടുന്നത്, അവർക്ക് ഫെയർ സ്കിൻ ടോണൊക്കെ ചിലപ്പോൾ ചേര് പോലും ഇല്ലാത്തായിരിക്കും. പക്ഷെ അവർ അടിപൊളിയായിട്ട് പ്രോപ്പർ ആയിട്ട് ഒരു നല്ല ഡീപ്പ് ലിപ് ലൈനർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് അത്രയും അടിപൊളിയായിട്ട് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നല്ലൊരു ഡീപ്പ്, ഞാനിപ്പോ കുറച്ച് അഫോർഡബിൾ റേഞ്ചിലുള്ള ലിപ് ലൈനേഴ്സും നല്ല ഡീപ്പ് കൊടുത്തേക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. മാക്കും കൊടുത്തേക്കാം, ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. സോ അത് വെച്ചിട്ട് ഇത് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കും. എത്ര പിഗ്മെന്റഡ് ഉള്ള ലിപ്സിന് അടിപൊളിയാണ്. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ നല്ല പിഗ്മെന്റേഷൻ ഉള്ളതാണ്. എന്ന് വെച്ചാൽ നല്ല രീതിക്ക് പിഗ്മെന്റേഷൻ ഉണ്ട്. പിഗ്മെന്റേഷൻ നല്ല രീതിക്ക് പിഗ്മെന്റഡ് ആണ്. അതായത് ഇങ്ങനെ ജസ്റ്റ് ഒരു സ്ട്രോക്കിൽ തന്നെ നമുക്ക് നല്ല രീതിക്ക് കവറേജ് കിട്ടുന്നുണ്ട്. ഭയങ്കര ലാസ്റ്റിംഗ് ആണെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല. ഒരു 12 hours അങ്ങനെ നിൽക്കില്ല. ഒരു 4 to 6 hours ഒക്കെ, 6 to 7 hours ഒക്കെ നിൽക്കുന്നുണ്ട്. മുമ്പൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ട് അപ്പോഴപ്പോഴും നാക്കുകൊണ്ട് ഇങ്ങനെ ആക്കും. അതെന്താണെന്ന് എനിക്ക് തോന്നുന്നു, അതെന്റെ ഒരു കൈൻഡ് ഓഫ് മാനറിസ് ആയിരുന്നു. ഞാൻ എപ്പോഴും ഒന്നെങ്കിൽ ലിപ്സ്റ്റിക് നാക്കിട്ട്
ഇങ്ങനെ കോർണേഴ്സിൽ തൊടും, അല്ലെങ്കിൽ നാക്ക് ചുണ്ട് ഫുള്ളും ഇങ്ങനെ. കാരണം ആ ഒരു പണ്ട് ഈ ലിബാം എന്നുള്ള സമയത്ത് നമ്മൾ തുപ്പലല്ലേ നമ്മളെ ലിബാം, നമ്മൾ ചുണ്ട് ഡ്രൈ ഇങ്ങനെ ആക്കൂല, ആ ഒരു ശീലം ഈ ഇടയ്ക്കാണ് മാറിയത്. അതും ഇപ്പോഴും അപ്പോഴപ്പോഴായിട്ട് എവിടെന്നെങ്കിലും ഒക്കെ കുറ്റിയും പറിച്ച് വരണുണ്ട്. സോ അങ്ങനെ ചെയ്യരുത്. അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. പിന്നെ എപ്പോഴും ലിപ്പ് നല്ല സ്ക്രബ് ചെയ്തതിന് ശേഷം ഒരു നല്ല മോയ്സ്ചറൈസിങ് ലിപ് ബാം കിട്ടിയതിന് ശേഷം ലിപ് ബാം ഇടുക, ലിപ്സ്റ്റിക് ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും. മറ്റേത് ഇങ്ങനെ പൊരിഞ്ഞളവ് നമ്മൾ ഇറങ്ങും തോറും നമ്മളെ ലിപ്സ്റ്റിക്കും പൊക്കോണ്ടിരിക്കും. സോ അതുകൊണ്ട് ആ ഒരു ടിപ്പൂടെ ഫോളോ ചെയ്തിട്ട് കുറെ നേരം ലാസ്റ്റ് ചെയ്ത് നിൽക്കും. പിന്നെ നമ്മുടെ കൈൻഡ് ഓഫ് ഫുഡ് അടി അനുസരിച്ചാണ്. ഭയങ്കര ഓയിലി ഫുഡ് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓയിലിന്റെ കൂടെ അതും പൊക്കോണ്ടിരിക്കും. സോ അതുകൂടെ ചെക്ക് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് ബ്യൂട്ടിയുടെ തന്നെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഷെയ്ഡ് വന്നിട്ട് ഓക്വേർഡ് എന്ന് പറഞ്ഞ ഷെയ്ഡ് തന്നെയാണ്. സോ ഗൈസ്, ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബ്രൗൺ, ഒരു റെഡിഷ് ബ്രൗൺ ഷെയ്ഡാണ്, ഒരു മെറൂണിഷ് റെഡിഷ് ബ്രൗൺ ഷെയ്ഡാണ്. സോ ഇതും എല്ലാ സ്കിൻ ടോണിനും ചേരും. അപ്പൊ ഞാൻ പറയുന്ന പോലെ ഒരു നല്ലൊരു ഡാർക്ക് ലിപ് ലൈനർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. ആൻഡ് എനിക്ക് ഇതിന്റെ രണ്ടിന്റെ പാക്കേജിങ് ഭയങ്കര ഇഷ്ടമായിട്ടാ. ഭയങ്കര നമ്മൾ എപ്പോഴും കാണുന്ന ലിപ്സ്റ്റിക്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആ കളർ ഷെയ്ഡ് ഇവിടെ കാണും, പക്ഷെ ഇത് അങ്ങനെയല്ല. ഫുൾ ആ ഒരു ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് വരുന്നത്. സോ ഇറ്റ്സ് എനിക്കൊരു ഭയങ്കര പ്രീമിയം പാക്കേജിങ് പോലെ എനിക്ക് തോന്നി. എന്റെ കണ്ണല്ല, നിങ്ങൾ കണ്ട. അപ്പൊ നിങ്ങൾക്ക് ഓരോരോ കണ്ണായിരിക്കും. ഓക്കെ, മനസ്സിലാക്കാന്ന് വിശ്വസിക്കുന്നു. ഇതും എങ്ങനെ വെച്ചാൽ നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ്, വാം ഷെയ്ഡാണ്. സോ ഇത് നൈസ് ആണ്, നല്ല ഷെയ്ഡാണ്, എവറിഡേ അടിപൊളിയാണ്. നിങ്ങൾക്ക് മറ്റേ ലൈക്ക് എന്താ പറയാ, മേക്കപ്പ് ഇടാതെ ഇടാൻ പറ്റുന്ന ഒരു ലിപ്സ്റ്റിക് ഇല്ലേ, ആ ഒരു ലിപ്സ്റ്റിക്കിലാണ് മിക്കത് എന്റെ കയ്യിൽ ഇരിക്കുന്നത്. കാരണം എനിക്ക് ന്യൂഡ് ഷെയ്ഡ്സ് താല്പര്യമില്ലാത്ത ഒരാളാണ്. എനിക്ക് എപ്പോഴും ഞാൻ ഡെയിലി പുറത്തു പോകുമ്പോൾ ഫൗണ്ടേഷൻ ഒന്നും ഇടൂല. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ടിൻറ്റഡ് സൺസ്ക്രീം എല്ലോ മേ ബി ഉപയോഗിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ മാത്രം ഇട്ടുകൊണ്ട് പോവുകയായിരിക്കും ചെയ്യണം. അപ്പൊ ആ സമയത്ത് ഫേസ് ഒന്ന് ബ്രൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഡൾനെസ് ഫീൽ ചെയ്യായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ക്ഷീണം മുഖത്ത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കൈൻഡ് ഓഫ് ലിപ്സ്റ്റിക്കുകളാണ് യൂസ് ചെയ്യണത്. സോ അതുകൊണ്ട് എനിക്ക് ഈ ലിപ്സ്റ്റിക് ഭയങ്കര ഇഷ്ടമാണ്. ഈ രണ്ടല്ല ഇപ്പൊ ഞാൻ കാണിക്കുന്ന എല്ലാ ലിപ്സ്റ്റിക്സുകളും. കാരണം കുറച്ചുകൂടെ നമ്മുടെ ഒരു എടുപ്പിന്, നമ്മുടെ ഫേസിന് അല്ലെങ്കിൽ നമ്മുടെ ലുക്കിന് ഒരു പടിക്ക് മുമ്പോട്ട് കൊണ്ടുപോകും. അതായത് ഇങ്ങനെ കൊണ്ടുപോകും, ഇങ്ങനെയല്ല, ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ലിപ്സ്റ്റിക്സുകളാണ് എല്ലാം. സോ ഇത് രണ്ട് ഷെയ്ഡ്സും അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നിങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും, ഈ ബ്യൂട്ടിയുടെ റേറ്റ് വരുന്ന 450 ആണ്. ഇതിന്റെ റേറ്റ് വരുന്ന 450ക്ക് ഞാൻ സീരിയസ് ഭയങ്കര വർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഇതിൽ അവർ പറയുന്നുണ്ട് 8 hours വരെ സ്റ്റേയിങ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 6 to 7 hours ഒക്കെയാണ് നല്ല പോകുന്നത്. ആൻഡ് ട്രാൻസ്ഫർ പ്രൂഫ് ആണോ എന്ന് വെച്ചാൽ അങ്ങോട്ട് പിടിച്ചു ഇറുക്കിയൊക്കെ ഒരു ഉമ്മ കൊടുത്താൽ പോവും, അല്ല ഒരു സോഫ്റ്റ് ഇങ്ങനെ ഒരു പൂ പോലെ തുമ്മയൊക്കെ കൊടുത്ത് അങ്ങനെയൊന്നും പോകൂല. സോ അങ്ങനെ ഭയങ്കര ട്രാൻസ്ഫർ പ്രൂഫ് അല്ല, അതായത് ബ്ലീഡി അല്ല. ചിലതൊക്കെ നമ്മൾ അറിയൂലേ, ഇട്ടിട്ട് നമ്മൾ കൈയല്ലോ ഇങ്ങനെ ആക്കിയാൽ തന്നെ ഈ ഏരിയ മുഴുവൻ ചുവന്നിരിക്കണം. അങ്ങനത്തെ ലിപ്സ്റ്റിക് അല്ല. 450 റേഞ്ചിന് ഭയങ്കര വർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. നെക്സ്റ്റ് വന്നിട്ട് ഇതാണ്, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, മാർസ് പ്രീമിയം മാറ്റ് ലിപ്സ്റ്റിക്. ഷെയ്ഡ് വന്നിട്ട് ഖൂബ്സൂരത് കുച്ചുപുടി എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ആൻഡ് ഇതിന്റെ റേറ്റ് വന്നിട്ട് 199 ആണ്, 200 ആണ്. ഇപ്പൊ നൈക്കിൽ 180 ഇത് അവൈലബിൾ ആണ്. സോ ഗൈസ്, ഇത് ഇടയ്ക്ക് വെച്ച് കിട്ടാനേ ഇല്ലായിരുന്നു ഈ ഷെയ്ഡ്, കാരണം ഭയങ്കര സോൾഡ് ഔട്ട് ആയി പോണ ഷെയ്ഡാണ്. സോ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഞാൻ എത്ര യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. ഭയങ്കര വർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഇതിന്റെ രണ്ടാമത്തെ പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഒന്ന് ഞാൻ തീർന്നു, ഞാൻ ഓൺലൈൻ വഴി വാങ്ങിച്ച, പക്ഷെ കിട്ടാനേ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഒരു ട്രിവാൻഡ്രത്ത് ഒരു ഫാർമസി പോയിട്ട് അവിടെ ചെന്നപ്പം അവിടെ കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് അപ്പൊ അവിടെ നിന്ന് കിട്ടിയതാണ്. സോ ഇപ്പൊ ഇത് സ്റ്റോക്കാണ്. സ്റ്റോക്ക് ഉള്ള സമയത്ത് 2 അല്ലെങ്കിൽ 1 ഒക്കെ വാങ്ങിച്ചു വെച്ചോ എക്സ്ട്രാ. കാരണം ഇത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകണം. ഭയങ്കര ഒരു ബെസ്റ്റ് സെല്ലർ ആണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഇത് ഞാൻ പറയാം, ഇതൊരു പേര് പറയണ പോലെ തന്നെ ക്രീമിയാണ്. നമ്മൾ ഇടുമ്പോഴത്തേക്ക് നല്ല ക്രീം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും, നമുക്കിങ്ങനെ ഗ്ലൈഡ് ചെയ്ത് പോവും. പക്ഷെ ഇട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് നമുക്കൊരു മാറ്റ് ഫിനിഷ് തരും. ഇപ്പൊ ചെക്ക് ചെയ്യാനുള്ള കാര്യം, നല്ല പോലെ ലിപ്പ് സ്ക്രബ് ചെയ്യുക. നൈറ്റ് കിടക്കുമ്പോൾ സ്ക്രബ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം നിങ്ങൾ നൈറ്റ് എന്തായാലും ലിപ്സ്റ്റിക് ഇട്ടോണ്ട് ഉറങ്ങുമല്ലോ. പണ്ടൊക്കെ ഞാൻ ഈ ലിപ്സ്റ്റിക് ഒക്കെ ആദ്യമായിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഷെയ്ഡൊക്കെ വാങ്ങുന്ന സമയത്ത് കുളിച്ചിട്ട് ഞാൻ ഈ ലിപ്സ്റ്റിക് ഇട്ടിരിക്കും, കയറി കിടന്ന് ഉറങ്ങുമായിരുന്നു. കാരണം ആ ടൈമിലൊന്നും എനിക്ക് അതിനെ കുറിച്ചുള്ള വിവരമില്ല, ബുദ്ധിയില്ല. ഇപ്പൊ എപ്പോഴും പല കാര്യങ്ങളെ കുറിച്ചും എനിക്ക് വിവരമില്ല. അപ്പൊ അന്ന് ആ സമയത്ത് എനിക്ക് നമ്മളിങ്ങനെ ഓരോ സമയത്ത് പഠിച്ചല്ലേ പോണത്. അപ്പൊ ആ സമയത്ത് എനിക്ക് അറിവുണ്ടായിരുന്നു. അപ്പൊ ലിപ്സിൽ ഇടുമായിരുന്നു. അപ്പൊ പിഗ്മെന്റേഷൻ ഭയങ്കര ഇതായിരുന്നു, ലിപ്സ് ഭയങ്കര സീനായിരുന്നു, ലിപ്പിൽ പിഗ്മെന്റേഷൻ ഉണ്ടാവുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യാനുള്ള കാര്യം, ഒരിക്കലും ഉറങ്ങുമ്പോൾ മേക്കപ്പ് ഇടരുത്, ഇൻക്ലൂഡിങ് ലിപ്സ്റ്റിക് നിങ്ങൾ ഇടരുത്. അപ്പൊ നൈറ്റ് കിടക്കുമ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് നല്ല ഹൈ
ഹൈഡ്രേഷൻ തരുന്ന ഒരു ലിപ് മാസ്കോ ലിപ് ബാമോ നല്ല കട്ടയ്ക്ക് പൂശിക്കൊണ്ട് കിടക്കുക. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ലിപ്പ് നല്ല നറിഷായിരിക്കും. അതിൽ നിങ്ങൾ ഇടുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ ഡ്രൈ ആയിട്ടുള്ള ചാപ്ഡ് ആയിട്ടുള്ള ലിപ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിപ്പ് സ്ക്രബ് ചെയ്ത ശേഷം മാത്രമേ ഇതിടാവൂ. ഒരു ലിപ് ബാം ഇട്ട് നല്ല ഹൈഡ്രേഷൻ കൊടുത്തതിന് ശേഷം ലിപ് ബാം ജസ്റ്റ് ഫുൾ അബ്സോർബ് ചെയ്തതിന് ശേഷം എക്സസ് ആയിട്ടുള്ള തുടച്ച് കളഞ്ഞിട്ട് ഈ ഒരു ലിപ്സ്റ്റിക് ഇടാൻ നല്ല ഫിനിഷ് ആയിട്ടിരിക്കും. അല്ല നിങ്ങൾ ഡ്രൈ ലിപ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാപ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പം ഇപ്പം തന്നെ ഞാൻ ഈ 2-3 ലിപ്സ്റ്റിക് സ്വാച്ച് ചെയ്ത് തുടച്ച് കളയുമ്പോഴത്തേക്ക് സ്വാച്ച് ചെയ്ത് കാണിച്ചിട്ട് തുടച്ച് കളയുമ്പോൾ എന്റെ ലിപ്സ് വീണ്ടും ഡ്രൈ ആവും. സോ അപ്പൊ ഇന്ന് നൈറ്റ് ഞാൻ എന്താ വെച്ചാൽ ലിപ്പ് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് ഒരു അടിപൊളി ലിപ് മാസ്ക് ഇട്ട് കാണാം. രാത്രി അവൻ ഞാൻ കൊതിക്കുന്നു ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇത് മാർസിന്റെ ലിപ്സ്റ്റിക് ആണ്. ഖൂബ്സൂരത് കുച്ചുപൊടി എന്ന് പറയുന്ന ഷെയ്ഡ്. അടിപൊളിയാണ്. ഈ ഒരു റേറ്റിന് ഭയങ്കര വർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. എല്ലാ സ്കിൻ ടോണിനും ഞാൻ എടുത്ത് പറയാണ്, എല്ലാ സ്കിൻ ടോണിനും ചേരും. അത് നമ്മൾ ലിപ് ലൈനർ യൂസ് ചെയ്യണ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫെയർ ടു മീഡിയം സ്കിൻ ടോൺ അടിപൊളിയാണ്. സ്കിൻ ടോൺ വിട്ട് നമുക്ക് ലിപ് പിഗ്മെന്റേഷനെ കുറിച്ച് സംസാരിക്കാം. അപ്പൊ നല്ല ലിപ് പിഗ്മെന്റേഷൻ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇത് വാഷ് ഔട്ട് ഉള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നല്ലൊരു ലിപ് ലൈനർ യൂസ് ചെയ്യുക. നല്ലൊരു ഡാർക്ക് ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് സീരിയസ്ലി ഗൈസ് ഇത് ഒരിക്കലും വാഷ് ഔട്ട് ആവത്തില്ല. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒന്നാണ്. അത് കഴിഞ്ഞിട്ട് എഗെയിൻ മാർസിന്റെ തന്നെ ലിപ്സ്റ്റിക് ആണ്. മാർസ് മൂസ് മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ഷെയ്ഡ് വന്നിട്ട് 11 നമ്പർ ആണ്. ഷോ ടോപ്പർ എന്നാണ് ഷെയ്ഡിന്റെ പേര്. ആൻഡ് ഇത് പറയണ പോലെ തന്നെ മൂസ് ആണ്. ഒരു മൂസ് അല്ലെങ്കിൽ ഒരു ക്രീം മൂസ്, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, മൂസ് കേക്ക് മൂസ്. ഓക്കെ, അത് കണക്കത്തെ ഒരു ഇതാണ്. ആൻഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതൊരു മാറ്റ് ഫിനിഷ് തരും. സോ ഒരിക്കലും ചാപ്ഡ് ആയിട്ടുള്ള ലിപ്സ് ഉള്ളവർ ഇതിടാൻ നിൽക്കരുത്. മാറ്റ് ഫിനിഷ് ആണ്. അപ്പം എപ്പോഴും ലിപ്സ് നല്ല ഹൈഡ്രേറ്റ് ആക്കി ഇടുകയാണെന്നുണ്ടെങ്കിലാണ് ഇത് കിടിലായിട്ട് നിൽക്കുന്നത്. ആൻഡ് ഷോർട്ട് ടോപ്പർ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. സോ ബേസിക്കലി ഇത് എല്ലാ സ്കിൻ ടോണിനും ചേരുമെന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര പെർഫെക്റ്റ് മാച്ചിങ് അല്ല. പക്ഷേ ലിപ് ലൈനർ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിരിക്കും. ഞാൻ എഗെയിൻ ലിപ് ലൈനർ പറയണെന്ന് വെച്ചാൽ കമന്റ് വരും, ചേച്ചിക്ക് ഇതെല്ലാം ചേരും, നമുക്കിത് ചേരില്ല, അങ്ങനെയൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയണേ, ഞാൻ തന്നെ ഒരു ലിപ് ലൈനർ യൂസ് ചെയ്തിട്ടാണ് ലിപ്സ്റ്റിക് ഇടുന്നത്. അപ്പോൾ ഉള്ള കമന്റാണ്, ചേച്ചി ലിപ് ഫില്ല് ചെയ്തോ, ചുണ്ടെന്താ ഇങ്ങനെ മൂക്കിലിരിക്കുന്നത്, അത്ര ഫില്ല് ചെയ്തോ, മൂക്കിപ്പോ ചുണ്ടിൽ കയറി, ചുണ്ടിൽ കൂടെ മൂക്കിൽ കൂടെ ചുണ്ട് കയറി പോകുമല്ലോ, അങ്ങനെ പല ഡയലോഗുകളും അടികളും ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ മൈൻഡ് ചെയ്യൂല. ബിക്കോസ് എനിക്കിഷ്ടമാണ് ഇങ്ങനെ ലിപ് ലൈനറൊക്കെ ഇട്ട് ചുണ്ടൊക്കെ ഇങ്ങനെ വച്ചോണ്ടിരിക്കാം. കാരണം ഞാൻ മുമ്പും നിങ്ങളടുത്ത് പറയാറുള്ളതാണ് ഗൈസ്, നമ്മൾ എന്ന് ചാവോന്ന് നമുക്ക് അറിഞ്ഞൂടാ, നമ്മൾ എത്ര നാൾ വരെ ജീവിച്ചിരിക്കുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. സോ അതുവരെ എനിക്ക് പോളിച്ച് ചുണ്ടത്ത് ഇഷ്ടം പോലെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് തന്നെ ജീവിക്കണം. അപ്പൊ അതുകൊണ്ട് ആരെയും വേദനിപ്പിക്കാത്ത എൻ്റെ ഈ ഇഷ്ടങ്ങൾ കണ്ടിന്യൂ ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം. കാരണം എൻ്റെ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആരെ പിടിച്ച് കടിക്കാനും പോണവരെ പിടിച്ച് ഉമ്മ വയ്ക്കാനോ പോകുന്നില്ല. സോ അതുകൊണ്ട് തന്നെ എൻ്റെ ചുണ്ടിൽ ലിപ്സ്റ്റിക് എൻ്റെ ചുണ്ടിൽ കിടക്കുന്നു, അത് ആരും നോക്കേണ്ട ആവശ്യമുള്ള എന്ന് നിങ്ങൾ പറയാനാണല്ലോ ചോദിച്ചാൽ. ഓക്കെ, അപ്പൊ ഇതാണ് ഷെയ്ഡ് വന്നിട്ട് 11 ഷോർട്ട് ടോപ്പർ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇതിന് ഒരുപാട് നല്ല നല്ല ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. പക്ഷെ എൻ്റെ ഫേവറേറ്റ് ഇതാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, ഈ ഒരു മൂസ് മാറ്റ് ലിപ്സ്റ്റിക്. സോ ഇത് നൈസ് വൺ. അതെനിക്കിങ്ങനെ എടുത്തെടുത്ത് ഞാൻ പറയണ ഗൈസ്, ഭയങ്കര അടിപൊളിയായിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. അപ്പൊ ഞാൻ തന്നെ ഇതൊരു ലിപ് ലൈനർ വെച്ചിട്ടുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ഭംഗി തോന്നുന്നത്. അല്ലാതെ ഇടുമ്പോഴും എനിക്ക് അത്ര ഭംഗിയില്ല. പക്ഷെ എനിക്ക് ആ ലിപ് ലൈനർ ഇട്ടിട്ട് അതിലിങ്ങനെ വരച്ചിട്ട് അതിന്റെ അകത്തൂടെ ഇങ്ങനെ വരച്ചിടുമ്പോൾ ചുണ്ട് ഇങ്ങനെ ആരോ വരച്ച പോലെ ഇരിക്കും. അതാണ് എനിക്ക് സന്തോഷം. അതിലാണ് ഞാൻ എന്റെ സന്തോഷം കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞോളൂ, ഇതിന്റെ റേറ്റ് വന്നിട്ട് 299 ആണ്. ഒരു 250 നൈക്കയിൽ അവൈലബിൾ ആണ്. സോ ഞാൻ ഏതാണോ അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന ഒരു ഏരിയ, ആ ഏരിയയിൽ ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു നൈക്ക സോ ക്രീമി മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ഷെയ്ഡ് വന്നിട്ട് നെയിൽ ഡിറ്റ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഈ ഷെയ്ഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും നേരം കണ്ടത് ഒരു ബ്രൗൺ ആ ഒരു കാറ്റഗറിയിൽ, ഒരു മെറൂൺ ആ ഒരു കാറ്റഗറിയിൽ, ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന ഒരു പ്ലം വൈൻ, കുറച്ചൊരു പിങ്കിലോട്ട് വരാമോ. പക്ഷെ ഇതൊരു വാം ഷെയ്ഡാണ്. ഒരു എന്താ ഇത് കാണാൻ വരുന്ന ഒരു കൈൻഡ് ഓഫ് റെഡിഷ് മെറൂൺ ആണെങ്കിലും ആക്ച്വലി എന്റെ അണ്ടർടോണിൽ ഒരു പിങ്ക് പോലെ, ഒരു റെഡിഷ് പിങ്ക് പോലെയൊക്കെ വരാറുണ്ട്. സോ ഇതാണ് ലിപ്സ്റ്റിക്. ആൻഡ് ഇതിന്റെ റേറ്റ് വന്നിട്ട് 247 ആണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് നല്ല ക്രീമി ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. ഇത് ക്രീമിയാണ്. കുറച്ച് നേരം കഴിഞ്ഞ് ഇത് മാറ്റ് ഫിനിഷ് ആവുള്ളൂ. ഇടുമ്പോൾ നല്ല ഒരു ക്രീമി ഫിനിഷ്, ഒരു ഷൈനി പോലെ ഫീൽ ചെയ്യും, കുറച്ച് തിളക്ക ഫീൽ ചെയ്യും. പക്ഷെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു മാറ്റ് ഫിനിഷ് കിട്ടും. ആൻഡ് ഇതും അത്യാവശ്യം ഒരു 4 to 6 hours ലാസ്റ്റ് ചെയ്യും, അക്കോർഡിംഗ് ടു നമ്മളെ ഫുഡ് അടി അല്ലെങ്കിൽ നമ്മളെ നാക്കും കൊണ്ടുള്ള മിണ്ടാതിരിപ്പ്, അതിനനുസരിച്ച് ഇത് ചെയ്യും. അപ്പൊ ഇത് ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഭയങ്കര ബെസ്റ്റ് സെല്ലർ ആണ്. അവരുടെ ഓരോ സെക്കൻഡ്സും അവർക്ക് ഇതിന്റെ ഓരോ ഷെയ്ഡ് ഈ ഒരു കാറ്റഗറിയിലെ ലിപ്സ്റ്റിക് സോൾഡ് ഔട്ട് ആവുന്നതെന്നാണ് അവർ പറയുന്നത്. സോ എന്റെ പേഴ്സണലി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഞാൻ പറയുന്നത് കുറെ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ലിപ്സ്റ്റിക് ഭയങ്കര അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ ലക്ഷറി, അതായത് ചില നാഴ്സിന്റെ, ഷാർലറ്റ് ലിബർ
ഇവരുടെയൊക്കെ ലിപ്സ്റ്റിക്കുകൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ചില സന്ദർഭങ്ങളിൽ മാത്രമേ ഇടാറുള്ളൂ. ബാക്കിയുള്ള സമയത്തൊക്കെ ഞാൻ ഈ ലിപ്സ്റ്റിക്കുകൾ തന്നെയാണ് ഇടണം. അതൊക്കെ ഞാൻ വല്ലോ എന്തെങ്കിലുമൊക്കെ വരുമ്പം അതൊക്കെ ഞാൻ തൊട്ട് തൊട്ട് ഉപയോഗിക്കൂലേ, അങ്ങനെ തൊട്ടേനെ അങ്ങനെ തൊട്ട് തൊട്ട് ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്കുകളാണ്. സോ നിങ്ങൾക്ക് ലക്ഷറി ലിപ്സ്റ്റിക്സിന്റെ വീഡിയോ വേണമെങ്കിൽ പറയണേ, എൻ്റെ കയ്യിൽ അത്യാവശ്യമുണ്ട്, കുറച്ചുണ്ട്. കാരണം കുറേ വർഷങ്ങളായിട്ട് വാങ്ങിച്ചു വെച്ച തീർന്നതുണ്ട്, തീരാത്തതുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ വീഡിയോ ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് വന്നിട്ടുള്ളത്. ഇത് എല്ലാ സ്കിൻ ടോണും ചേരും, പിഗ്മെന്റേഷൻ ഉള്ള ലിപ്സിന് വരെ ചേരും. ഇപ്പോഴും ഞാൻ പറയുന്നു, എത്ര പിഗ്മെന്റേഷൻ ഇല്ല ലിപ്സ് ആണെങ്കിലും ഉള്ള ലിപ്സ് ആണെങ്കിലും ഒരു ലിപ് ലൈനർ എപ്പോഴും വാങ്ങിച്ചു വെച്ചേക്കും, ഒരു ഡാർക്ക് ആയിട്ടുള്ള ലിപ് ലൈനർ. കാരണം അത് കൊണ്ടുവരുന്ന മാറ്റം ഭയങ്കര വലിയ മാറ്റമാണ്, ഭയങ്കര ഡിഫറൻസ് നമുക്ക് തോന്നും അത് കൊണ്ടുവരണ മാറ്റത്തിൽ. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാ പ്രോഡക്ട്സും ഭയങ്കര ലൈക്ക് അണ്ടർ 500 ഉണ്ട്, അണ്ടർ 300 ഉണ്ട്, സ്റ്റാർട്ടിംഗ് ഫ്രം 200 ഉണ്ട്, 170 ഉണ്ട് സ്റ്റാർട്ടിംഗ് ഫ്രം നമ്മുടെ ഖൂബ്സൂരത് കുച്ചുപൊടി. അതൊക്കെ 170 ഉള്ളൂ റേറ്റ് വന്നിട്ട്, 170 180. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഇതിലും അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് നല്ല ക്വാളിറ്റിയിൽ ഞാൻ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ ചെയ്യാം. സോ ബേസിക് ആയിട്ട് ഇപ്പൊ എന്റെ കയ്യിലുള്ള ഇതൊക്കെയാണ്, ബിക്കോസ് ഇത് ഡെയിലി യൂസ് വരുന്ന ലിപ്സ്റ്റിക്കുകളാണ്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ പ്രോഡക്റ്റ് എല്ലാം ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.